Hello dear friends, welcome back to our channel. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ പക്കോടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ചിക്കൻ ആണ്. ചിക്കൻ വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു കോഴിമുട്ട, ഒരു കപ്പ് കടലമാവ്, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഇതിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ട് കുഴച്ചെടുത്ത് വെള്ളമൊക്കെ പാകമാക്കി എടുക്കാം. ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത റെസിപ്പി ആയിട്ട്. Thank you.